ഇപ്പോൾ അഭിഭാഷക ടി ബി മിനി നമ്മളോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ടി ബി മിനി, പാസ്പോർട്ട് കിട്ടിയിരിക്കുന്നു. മേൽക്കോടതി എത്രത്തോളം പ്രതീക്ഷയോടെ നോക്കുന്നു? ഈ കേസിൽ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ അതികഠിനമായിട്ടുള്ള പ്രയത്നം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് തെളിവുകൾ ഹാജരാക്കുന്നതിനും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ തെളിവുകൾ വേണ്ടത്ര അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നതായിരിക്കുമല്ലോ അപ്പീലിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്ന് വേണം. അത് തന്നെയാണ് നമ്മൾ അപ്പീലിൽ പറയുന്നത്. ഒരു സാധാരണ ഒരു ക്രിമിനൽ കേസ് പോലെ നമ്മൾക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിയുമായിരുന്നില്ല. കാരണം അതില് പ്രതിനെ, അതായത് ഒരു പ്രതിനെ ശിക്ഷിച്ച പ്രതി അതിനെതിരെ അപ്പീൽ പോകുന്നതും ഒരാൾ വെറുതെ വിട്ടതിന് ശേഷം ആ വെറുതെ വിട്ടതിനെതിരായിട്ട് അപ്പീൽ പോകുന്നതും രണ്ട് തരത്തിലുള്ള ലീഗൽ ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വെറുതെ വിട്ടതിനെതിരായിട്ട്, അതും ചെറിയൊരാളല്ലല്ലോ, അപ്പൊ വെറുതെ വിട്ടതിനെതിരായിട്ടുള്ള ഒരു അപ്പീൽ തയ്യാറാക്കുമ്പോൾ അതിന്റെ സൂക്ഷ്മതയും അതിന്റെ പഠനവും ഒക്കെ വേണം. 1700 ചില്ലാൻ പേജുള്ള ഒരു ജഡ്ജ്മെന്റ്, ആ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള ലീഗൽ പൊസിഷൻസ് അത് നമ്മൾ സൂക്ഷ്മമായി കോടതിയുടെ മുന്നിൽ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെ ഇൻ ടൈമിലാണ് അപ്പീല്. ആള് പറയുന്നത് പോലെ വൈകിയതല്ല. അത് ചില ആളുകൾ വിചാരിക്കുന്നതാണ് 60 ദിവസം എന്ന്, പക്ഷെ 90 ദിവസമാണ് ഈ അക്വിറ്റലിനെതിരായിട്ടുള്ള ഒരു ഹർജി കൊടുക്കേണ്ട ടൈം എന്ന് പറയുന്നത്. ആ ഇൻ ടൈം സർക്കാർ അത് കൊടുത്തു എന്ന് പറയുന്നത് സർക്കാരിന്റെ ഇതിനോടുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്നതാണ്. അക്കാര്യത്തിൽ സർക്കാർ ഒരു അഷ്വറൻസ് നൽകുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് അതിജീവിതയും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. വൈകുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ നേതൃത്വം തന്നെ അഭിമുഖീകരിക്കേണ്ടിയും വന്നിരുന്നു. പക്ഷേ കൃത്യമായ സമയത്ത് ഇത്തരത്തിലൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നോ? അതുണ്ടായിരുന്നു. അതിപ്പോ നമ്മൾ തന്നെയാണല്ലോ അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നു. പിന്നെ പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരിക്കലും ഗുണമായിരിക്കില്ല എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് കോടതിയൊക്കെ തന്നെ തീരുമാനിക്കട്ടെ. നമ്മൾ പല പോയിന്റുകളും അങ്ങനെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് അത് നമ്മൾക്ക് ഒരിക്കലും അതിജീവിതയ്ക്ക് എതിരായി വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ ഇതിൽ കാണുന്നത് വ്യക്തിപരമായി ഇപ്പൊ അതിന്റെ പേരിൽ ഇത്രയധികം അതികഠിനമായി ആ കേസിൽ നിൽക്കുകയും മാധുനെന്നറിയാലോ ആത്മാർത്ഥമായി ഇത്രയും വർഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്തതിന് ശേഷം വലിയ രീതിയിലുള്ള പേഴ്സണൽ അറ്റാക്ക് അനാവശ്യമായി നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരടി പുറകോട്ട് ഇല്ല. കാരണം ഇതിൽ 100% സത്യസന്ധമായി ഞാൻ വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റ് ഈ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു തെറ്റ് ഒരു പെൺകുട്ടിയോട് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ശിക്ഷ അർഹിക്കുന്നതാണ്, ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ഒരു അഡ്വക്കേറ്റ് എന്നതിലപ്പുറം ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിലോ ഞാൻ അതിൽ കൂടുതലായി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ ഒരു ക്യാരക്ടറായിട്ട് കണക്കാക്കിയാൽ മതി. ശരി, വളരെയധികം നന്ദി ശ്രീമതി ടി ബി മിനി ഞങ്ങളോട് പ്രതികരിച്ചതിന്. കുറേയേറെ മനുഷ്യരുടെ, ഇപ്പോൾ നോക്കൂ, ഈ നിയമ സംവിധാനത്തിന്റെ അന്വേഷണ ക്രമത്തിന്റെ ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന കുറേയേറെ മനുഷ്യരുടെ വളരെ വ്യക്തിപരമായ ചേർന്നതിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും ആർജവത്തിന്റെയും ഒക്കെ പ്രതിഫലനം തന്നെയാണ് ഈ മുന്നോട്ട് പോക്ക് എന്ന് പറയാതെ പോകാൻ കഴിയില്ല. അത്രമേൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമയുദ്ധത്തിലേക്കാണ് സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തത്.